അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകളെ. അപ്പോൾ ഇത് വിഷുവിൻ്റെ അന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എഴുന്നേറ്റ എൻ്റെ കൂടെ തന്നെ എൻ്റെ പുത്രനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുളിച്ച് വന്ന് അവനെ എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഞാൻ നേരെ താഴോട്ട് പോയി. സാധാരണ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ വർഷമാണ് ഇവിടുത്തെ അമ്മ അവസാനമായിട്ട് എന്താ പറയുക വിഷുക്കണി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് എല്ലാ വർഷവും ഞാൻ തന്നെയാണ് കേട്ടോ വെക്കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്താ പറയുക, ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ വെക്കുക, അതൊക്കെ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ചെയ്യാറുമുണ്ട്, ഇനി അങ്ങോട്ടും ചെയ്യും. ഓക്കെ, അങ്ങനെ. അപ്പോൾ പക്ഷേ ഇത്തവണ എനിക്ക് അത്ര വലിയൊരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല ഇക്കാര്യം ചെയ്യാൻ. വേറൊന്നുമല്ല, ഞാൻ ജിതിനേട്ടൻ ഇത്തവണത്തെ വിഷുവിന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് എന്താ പറയുക ഉണ്ടാവണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആൾ വരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ യുദ്ധം കാരണം ആളുടെ ഫ്ലൈറ്റ് എല്ലാം ക്യാൻസലായി, ആൾക്ക് വരാൻ പറ്റാണ്ടി. അതിൽ ഭയങ്കര സങ്കടമുണ്ട്. എന്നാലും വേണ്ടില്ല, നമ്മുടെ മോൻ കൂടെ ഉള്ളപ്പോൾ അവന് ഭയങ്കര ഇഷ്ടം അങ്ങനെ ആഘോഷിക്കാനൊക്കെ. അങ്ങനെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണിയെല്ലാം വെച്ചു, കണ്ടു. അപ്പം തന്നെ കണി വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളൊരു പടക്കം പൊട്ടിക്കണമല്ലോ. സാധാരണ രീതിയിൽ ഞങ്ങളങ്ങനെ പൊട്ടുന്ന സാധനങ്ങൾ അധികം വാങ്ങിക്കാറില്ല. കാര്യം ഞാൻ മാത്രമാണ് കൈകാര്യം ചെയ്യാറുള്ളത്. പിന്നെ അച്ഛനാണെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം നമ്മുടെ അവിടെ മുന്നിൽ സ്പേസ് കുറവാണ്. ഫ്രണ്ടിൽ കാറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അച്ഛന് പടകം പൊട്ടിക്കുകയാണെങ്കിൽ ശരി, പൂത്തിരി കത്തിക്കുകയാണെങ്കിൽ ശരി, ആൾക്ക് ഭയങ്കര പേടിയാണ്. വണ്ടീൻ്റെ മുകളിലേക്കാവോ, വണ്ടീൻ്റെ മുകളിലേക്ക് തെറിക്കുമോ, അങ്ങനത്തെ ഒരു പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആകെ ഒറ്റൊരു സെറ്റ് പടകം മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അത് കണി വെക്കുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കണ്ടമാനം പൂത്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അദ്വിക്കുട്ടന് അതല്ലേ പറ്റുള്ളൂ. ഇപ്പം അവൻ കുഞ്ഞായതുകൊണ്ട് അതല്ലേ അവനിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പൂത്തിരി ഞാൻ കണ്ടമാനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ അച്ഛനെ കൊണ്ടും ഓനെക്കൊണ്ടും ഞാൻ കുറേ കത്തിച്ചു. അവന് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളുടെ വിഷു ആഘോഷം. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.